ക്ലാസ് 6 കേരള മാത്തമാറ്റിക്സ് സെക്കൻഡ് ടേം 2025-26 ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സാണ് ഈ വീഡിയോ. മാത്സ് ഇംഗ്ലീഷ് മീഡിയം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലുക്ക് ഹൗ 72 ഈസ് റിട്ടൺ ആസ് പ്രൈം ഫാക്ടേഴ്സ്. എന്താണ് പ്രൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാമ്പിൾ 2 × 1, ഇപ്പോൾ 2 മാത്രമല്ലേ ഉള്ളൂ. പിന്നെ 3 × 1, 4 വരില്ല, 2 × 2 4. അപ്പോൾ ഇൻറ്റു 1 മാത്രം വരുന്ന, അങ്ങനെ നമുക്ക് വിഭജിക്കാൻ പറ്റാത്തതാണ് പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ. 5 × 1, 7 × 1, 9 വരില്ല, 11 × 1 11. അപ്പോൾ അതൊക്കെയാണ് പ്രൈം ഫാക്ടേഴ്സ്. അപ്പോൾ ഫൈൻഡ് ആൻഡ് റൈറ്റ് ദ മിസ്സിംഗ് നമ്പേഴ്സ്. ഇവിടെ 72ൻ്റെ പ്രൈം ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് അവർ കൊടുത്തിട്ടുണ്ട് അല്ലേ, 2, 36 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ 72, 2 × 36, 2 × 36. ഇനി 36ൽ 2 എത്ര പ്രാവശ്യം പോവും? 18 പ്രാവശ്യം. 18 × 2 36. പിന്നെ വീണ്ടും 2 9, 2 × 9 ആണ് 18. പിന്നെ 9ൽ 2 പോവില്ല, 3 പോവും, 3. അപ്പോൾ 3 × 3 9. ആദ്യം തന്നെ ഇങ്ങനെ അങ്ങോട്ട് എഴുതി വയ്ക്കുക. കണ്ടോ, ഈ യെല്ലോ കളറിൽ എഴുതിയേക്കണമെന്നുണ്ടോ? അപ്പം മിസ്സിംഗ് നമ്പേഴ്സ് നമുക്ക് പെട്ടെന്ന് കിട്ടും. 72ൻ്റെ പ്രൈം ഫാക്ടേഴ്സാണ് 2 2 2 3 ഇത്. അപ്പോൾ 72ൽ 2 × 36, പിന്നെ 2 × 18, പിന്നെ 2 × 9, പിന്നെ 3 × 3. അങ്ങനെയാണ് മിസ്സിംഗ് നമ്പേഴ്സ് വരുന്നത് കേട്ടോ. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഇഫ് 144 ഈസ് റിട്ടൺ ആസ് എ പ്രൊഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ്, ഹൗ മെനി ടൈംസ് വിൽ 2 അപ്പിയർ ഇൻ ഇറ്റ്? എത്ര പ്രാവശ്യം 2 വരുന്നുണ്ടെന്ന്. അപ്പോൾ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് 144ൻ്റെ? നമ്മൾ 2, അപ്പോൾ 14ൽ 7 പ്രാവശ്യം, 4ൽ 2 പ്രാവശ്യം, അപ്പോൾ 72 എന്ന് കിട്ടി. പിന്നെ അടുത്തത് 2 എഴുതുക. അപ്പോൾ 7ൽ 3 പ്രാവശ്യം, ബാലൻസ് 1, അപ്പോൾ 12ൽ 6 പ്രാവശ്യം. പിന്നെയും 2 18 പ്രാവശ്യം. 3ൽ 1 പ്രാവശ്യം, ബാലൻസ് 1, 16ൽ 2 8 പ്രാവശ്യം. അങ്ങനെയാണ് 18 വന്നേക്കണേ. പിന്നെ 2 9. അപ്പോൾ എത്ര പ്രാവശ്യം 2 വന്നിട്ടുണ്ടെന്നാണ് ചോദിക്കണേ. അപ്പോൾ ഇതിൽ ആൻസർ എങ്ങനെ എഴുതും? 4 ടൈംസ് കേട്ടോ ആൻസർ. സി ക്വസ്റ്റ്യൻ, ദ സം ഓഫ് 2 പ്രൈം നമ്പേഴ്സ് ഈസ് 13. 2 പ്രൈം നമ്പറിൻ്റെ തുക, 2 പ്രൈം നമ്പേഴ്സ് ആഡ് ചെയ്താൽ നമുക്ക് 13 കിട്ടണം. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് പ്രൈം നമ്പർ ഇൻ ദം? ഏതാണ് അതിലെ ലാർജസ്റ്റ് പ്രൈം നമ്പർ? ഇപ്പോൾ 2 പ്രൈം നമ്പേഴ്സ് അത് നമ്മൾ എടുക്കുന്നത് P1 P2 ആയിട്ട് എടുക്കുക. അപ്പോൾ ഇതിൽ ഒരു നമ്പർ ഈവൺ നമ്പർ ആയിരിക്കും, ഇരട്ടസംഖ്യ ആയിരിക്കും. അപ്പോൾ P1 + P2 എന്ന് പറയുന്നത് 13. അപ്പോൾ P1 എന്ന് പറയുന്നത് 2 ആയിട്ട് എടുക്കുക. 2 + P2 = 13. ഈ ലെഫ്റ്റ് സൈഡിലേക്ക് P2 പോകുമ്പോൾ അത് 2 + P2 13. 2 ഈക്വൽ സൈൻ്റെ ആ സൈഡിലേക്ക്, റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ മൈനസ് വരും, പ്ലസ് മൈനസ് ആവും. അപ്പോൾ 13 - 2 11. അപ്പോൾ 11 ആണ് ആ പ്രൈം നമ്പർ ആൻഡ് ദ ലാർജസ്റ്റ് ഇൻ ദം. അപ്പോൾ 11 അതിൻ്റെ ആൻസർ. 2ഉം 11 2 പ്രൈം നമ്പേഴ്സ്. അതിൽ വലുത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്, അത് 11 ആണ്. ഇനി ഡി ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്? കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 10 ആർ മൾട്ടിപ്പിൾസ് ഓഫ് 30. തെറ്റാണ്. എല്ലാ മൾട്ടിപ്പിൾസ് ഓഫ് 20 ആർ മൾട്ടിപ്പിൾസ് ഓഫ് 30. തെറ്റാണ്. ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 30 ആർ മൾട്ടിപ്പിൾസ് ഓഫ് 15. 30ൻ്റെ എല്ലാ ഗുണിതങ്ങളും 15ൻ്റെ ഗുണിതങ്ങളാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. ഓർ ക്വസ്റ്റ്യൻ 1B എയിൽ ഒന്നാമത്തെ, റൈറ്റ് 110 ആസ് എ പ്രൊഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഇൻറ്റു ആയിട്ട് എഴുതാനായിട്ട് 110നെ. അപ്പോൾ 110 2 പ്രാവശ്യം 55. 55ൽ 5 പോവും, 11 ടൈംസ്. അപ്പോൾ ആൻസർ 2 × 5 × 11 = 110. പ്രൈം നമ്പേഴ്സ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത്, ഹൗ മെനി ഫാക്ടേഴ്സ്
എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്ന്, പ്രൈം ഫാക്ടേഴ്സ് അല്ല, എത്ര ഫാക്ടേഴ്സ് ഡസ് 110 ഹാവ്, എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ പ്രൈം ഫാക്ടേഴ്സ് എഴുതി കഴിഞ്ഞിട്ട് പ്രൈം നമ്പേഴ്സ് എഴുതി കഴിഞ്ഞ് അതിൻ്റെ എക്സ്പൊണൻറ്റ് നോക്കാം, പവർ. ഇപ്പോൾ കണ്ടോ 2⁻1, ആ റെഡിൽ മാർക്ക് ചെയ്ത് കണ്ടോ 5 ഒരെണ്ണം, 11 ഒരെണ്ണം. അപ്പോൾ അതിൻ്റെ കൂടെ 2ൻ്റെ എടുക്കുകയാണെങ്കിൽ 1+1 ഒന്നും കൂടി കൂട്ടാം, ഇൻറ്റു 5ൻ്റെ 1+1, 11ൻ്റെ 1+1. അപ്പോൾ 1+1 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 ഇൻറ്റു 2. അപ്പോൾ എത്രയാണ്? 2 × 2 4, 4 × 2 8 ഫാക്ടേഴ്സ് എന്നാണ് ആൻസർ കേട്ടോ. ആദ്യം തന്നെ അതിനെ പ്രൈം ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക, അതിൻ്റെ എക്സ്പൊണൻറ്റ് നോക്കുക. ഇപ്പോൾ എക്സ്പൊണൻറ്റ് 2 ആണെങ്കിൽ 2⁻2 എന്നാണെങ്കിൽ 2+1 അങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ. ഇവിടെ എല്ലാത്തിലും 1 ആണ്, അപ്പോൾ അതുകൊണ്ടാണ് 1+1 അങ്ങനെ എഴുതിയേക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ഓൾ ദ ഫാക്ടേഴ്സ് ഓഫ് 110. എല്ലാ ഫാക്ടേഴ്സും 110ൻ്റെ. അപ്പോൾ ഏതൊക്കെയാണ് ഫാക്ടേഴ്സാണ്, പ്രൈം ഫാക്ടേഴ്സ് അല്ല കേട്ടോ ചോദിച്ചേക്കുന്നത്. അപ്പോൾ 1 × 110 110 ആണ്, 2 × 55 110, 5 × കണ്ടോ 5 × 22 110 ആണ്, 10 × 11 110 ആണ്. അപ്പോൾ ഫാക്ടേഴ്സ് എല്ലാം എഴുതാൻ പറയണം. ആ 8 ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 5, 10, 11, 22, 55, 110. ആൻസർ കിട്ടിയില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് ആർ റിട്ടൺ ആസ് പ്രൊഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ്, വിച്ച് നമ്പർ വിൽ ഹാവ് ബോത്ത് 2 and 5 ഫാക്ടേഴ്സ്? 2ലും 2ഉം 5ഉം ഫാക്ടേഴ്സ് വരുന്ന നമ്പർ ഏതാണ്? അപ്പോൾ ഏതാണ് ഇതിൽ തന്നിരിക്കുന്നതിൽ? 66 തന്നിട്ടുണ്ട്, 30 തന്നിട്ടുണ്ട്, 45 തന്നിട്ടുണ്ട്, 105 തന്നിട്ടുണ്ട്. ഏതാണ്? അത് 30 ആണ്. കണ്ടോ ആൻസർ നോക്കിയേ. ഇനിയും 66 ആവാത്തതിന് കാരണം നോട്ട് ഡിവൈസിബിൾ ബൈ 5. 30 വരുന്നത് എൻഡ്സ് ഇൻ 0, അപ്പോൾ അതിൽ 2ഉം പോവും 5ഉം പോവും. ഇനി 45 ആണെങ്കിൽ 45 അതിൽ നോട്ട് ഡിവൈസിബിൾ ബൈ 2, 2 കൊണ്ട് പറ്റില്ല. അതേ സെയിം തന്നെ 105ലാണെങ്കിലും 2 കൊണ്ട് പറ്റില്ല, കാരണം 2 എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പറാണല്ലോ. അപ്പോൾ ആൻസർ 30. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ സർക്കിൾ ഈസ് ഡിവൈഡഡ് ഇൻ ടു ഈക്വൽ പാർട്സ്. വാട്ട് പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ് ഷെയ്ഡഡ്? ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഈ ഷെയ്ഡ് ചെയ്തേക്കണേ സർക്കിള്. അപ്പോൾ അത് എത്ര പാർട്ട്, എത്ര ഭാഗം അത് ഷെയ്ഡ് ചെയ്തിട്ടുണ്ടെന്ന്. എത്ര ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? 1, 2, 3, 4, 5. 6 എണ്ണത്തിൽ 5 എണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 6 ആണ്. അത് താഴെ എഴുതണം ഡിനോമിനേറ്ററായിട്ട്. അപ്പോൾ 5 മുകളിൽ എഴുതാം. അപ്പോൾ 5/6 ആണ് അതിൻ്റെ ആൻസർ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഫ്രാക്ഷൻ ഷോയിങ് ദ ഷെയ്ഡഡ് പോർഷൻ ആസ് ദ സം ഓഫ് 1/2 ആൻഡ് അനദർ ഫ്രാക്ഷൻ. 2 ഫ്രാക്ഷനുകളുടെ സമ്മാണ് ഈ 5/6 എന്ന് പറഞ്ഞത്. അപ്പോൾ അത് ഏതാണോ? ഒരെണ്ണം തന്നിട്ടുണ്ട്, 1/2 തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഷെയ്ഡ് ചെയ്ത പോർഷൻ എന്ന് പറഞ്ഞാൽ 5/6 ആണ്. അപ്പോൾ 5/6നെ -1/2. അപ്പോൾ 5/6 -1/2. എങ്ങനെയാണ് ഇതിന് ഫ്രാക്ഷനുകൾ മൈനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആയിരിക്കണം. ഇപ്പോൾ ഒരെണ്ണം 6ഉം ഒരെണ്ണം 2 അല്ലേ. അപ്പോൾ ആ 2നെ 6 ആക്കണമെങ്കിൽ × 3. ആ താഴെ നമ്മൾ × 3 കൊടുക്കണമെങ്കിൽ അതേപോലെ തന്നെ മുകളിലും × 3 കൊടുക്കണം. അപ്പോൾ 2 × 3 6, 1 × 3 3. അപ്പോൾ 3/6 എന്ന് കിട്ടും. അപ്പോൾ 5/6 -3/6 എന്ന് പറഞ്ഞാൽ 5 - 3/6. അപ്പോൾ 2/6 എന്ന് കിട്ടും ആൻസർ. അതായത് അതിനെ വെട്ടി ചെറുതാക്കിയാൽ 1/3. 2ൽ 2 1 ടൈം, 6ൽ 2 3 ടൈംസ്. അപ്പോൾ 1/3 ആണ് ആൻസർ. അതായത് 1/2ൻ്റെ കൂടെ 1/3 കൂടി ആഡ് ചെയ്താൽ നമുക്ക് 5/6 കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ എ സർക്കിൾ ആൻഡ് ഷെയ്ഡ് ഇറ്റ് ടു ഷോ 1/4 + 1/8. 1/4 + 1/8 ആദ്യം കാണണം. ഒരു സർക്കിൾ വരയ്ക്കണം. സർക്കിൾ വരയ്ക്കാൻ അറിയാമല്ലോ അല്ലേ. സർക്കിൾ വരയ്ക്കുക, എന്നിട്ട് അതിനെ എത്ര ഭാഗമായിട്ട് തിരിക്കണം എന്നുള്ളത് നോക്കുക.
അപ്പോൾ 1/4 പ്ലസ് 1/8. 8 ആണ് ഇതിൽ വലുത് അല്ലേ. അപ്പോൾ അതിൻ്റെ എൽസിയം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 8 രണ്ട് സ്ഥലത്തും ഒരേപോലെ ആക്കണം. 4 ഇൻറ്റു എത്ര കൊടുക്കണം? 2 കൊടുക്കുക. 4 ഇൻറ്റു 2 8, 1 ഇൻറ്റു 2 2. അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 2/8 എന്ന് കിട്ടും, പ്ലസ് 1/8. അതായത് 2 + 1/8 3/8 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ 8 ഭാഗമായിട്ട് തിരിച്ചിട്ട് അതിനെ നമ്മൾ എത്ര ഭാഗം ഷെയ്ഡ് ചെയ്യണം? 3 ഭാഗം ഷെയ്ഡ് ചെയ്യുക. അപ്പോൾ അതാണ് അതിൻ്റെ ഉത്തരം. 3 ഭാഗം ഷെയ്ഡ് ചെയ്യണം. ഇനി ഡി ക്വസ്റ്റ്യൻ, ലുക്ക് അറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺ ഗിവൺ ബിലോ. സ്റ്റേറ്റ്മെൻറ്റ് 1/3 + 1/6 ഈസ് ഗ്രേറ്റർ ദാൻ 1/2. അപ്പോൾ അത് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുക. 1/3 ഇൻറ്റു 2 ഇൻറ്റു 2 കണ്ടോ, നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആക്കിയത് കണ്ടോ. അപ്പോൾ 1 ഇൻറ്റു 2 2/6 പ്ലസ് 1/6, അതായത് 2 + 1/6 3/6. അതിനെ വെട്ടിച്ചേർത്താക്കി 1/2. ഗ്രേറ്റർ ദാൻ എന്നല്ല, അത് ഈക്വൽ ടു 1/2 ആണ്. അപ്പോൾ അത് സ്റ്റേറ്റ്മെൻറ്റ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റ്. റീസൺ 3/6 ഈസ് ഈക്വൽ ടു 1/2. കറക്റ്റ് അല്ലേ? 3/6 1/2നോട് ഈക്വൽ ആണ്. പക്ഷേ റീസൺ ഈസ് കറക്റ്റ്. റീസൺ കറക്റ്റ്. അപ്പോൾ ബി ആണ് അതിൻ്റെ ആൻസർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ബോക്സിൽ ന്യൂ ഇയർ ഓഫർ 30% ഓഫ് ഓൺ ക്ലോത്ത്സ്, വസ്ത്രങ്ങൾക്ക് 30% കിഴിവ്, അങ്ങനെ എഴുതിയിട്ടുണ്ട്. ന്യൂ ഇയർ ഓഫർ. അപ്പോൾ ഡിഡ് യു സീ ദ ആഡ്? നിങ്ങൾ പരസ്യം കണ്ടില്ലേ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡിസ്കൗണ്ട് വിൽ ഗെറ്റ് വെൻ വി ബൈ ക്ലോത്ത്സ് ഫോർ ₹100 ഫ്രം ദി ഷോപ്പ്? 100 രൂപയ്ക്ക് നമ്മൾ വസ്ത്രം വാങ്ങിച്ചാൽ എത്ര രൂപ ഡിസ്കൗണ്ട് കിട്ടുന്നു? അപ്പോൾ 30% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 രൂപയ്ക്ക് 30%, അതായത് 30 രൂപ ഡിസ്കൗണ്ടാണ്. അപ്പോൾ ആൻസർ ₹30. ഇനി ബി ക്വസ്റ്റ്യൻ, അബു ഗോട്ട് ₹90 ഡിസ്കൗണ്ട് വെൻ ഹി ബോട്ട് ക്ലോത്ത്സ് ഫ്രം ദി ഷോപ്പ്. അപ്പോൾ 100 രൂപയ്ക്ക് 30 രൂപയാണ് അല്ലേ. അപ്പോൾ ഫോർ ഹൗ മച്ച് റുപ്പീസ് ഡിഡ് അബു ബൈ ക്ലോത്ത്സ്? അബുവിന് 90 രൂപയാണ് ഡിസ്കൗണ്ട് കിട്ടിയെന്നുണ്ടെങ്കിൽ എത്രയാണ്? 100 രൂപയ്ക്ക് 30 രൂപ. അപ്പോൾ 30 × 3 ആണ് 90. അപ്പോൾ 100 × 3 300 രൂപ. ആൻസർ 300. 300 രൂപയ്ക്കാണ് രാജു വാങ്ങിച്ചത്. രാജു അല്ല, അബു. അടുത്ത ക്വസ്റ്റ്യൻ, സി ക്വസ്റ്റ്യൻ, രാജു ബോട്ട് ക്ലോത്ത്സ് ഫ്രം ദി ഷോപ്പ് ഫോർ 1560 rupees. ഹൗ മച്ച് ഷുഡ് രാജു പേ? 1500 രൂപയ്ക്ക് ക്ലോത്ത്സ് വാങ്ങിച്ചു. അപ്പോൾ എത്ര രൂപയാണ് 30% ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ എത്ര രൂപയാണ് പേ ചെയ്തതെന്ന്, അടച്ചത്? അപ്പോൾ രാജു വാങ്ങിച്ചത് 1500 രൂപ ക്ലോത്ത്സ് വാങ്ങിച്ചത്. അതിൻ്റെ ഡിസ്കൗണ്ട് 30% കിട്ടി, അതായത് 100 റുപ്പീസിന് 30 രൂപ. അപ്പോൾ ഡിസ്കൗണ്ട് ഫോർ 1560 1560 രൂപയ്ക്ക് ഇൻറ്റു 30% എന്ന് പറഞ്ഞാൽ 1560 രൂപയ്ക്ക് 30% എന്ന് പറഞ്ഞാൽ 1560 ഇൻറ്റു 30/100. അപ്പോൾ 00 വെട്ടിപ്പോയി, ഇവിടെ 00 വെട്ടിപ്പോയി. ബാലൻസ് 156 × 3 468 രൂപയാണ് ഡിസ്കൗണ്ട് കിട്ടിയത് കേട്ടോ, കുറവ് കിട്ടിയത്. അപ്പോൾ 1560 468 മൈനസ് ചെയ്താൽ 1092 റുപ്പീസ് അവന് അടയ്ക്കേണ്ടി വന്നുള്ളൂ, പേ ചെയ്യേണ്ടി വന്നുള്ളൂ. ആൻസർ 1092 റുപ്പീസ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു 30% ഡിസ്കൗണ്ട്? ഇതിൽ 30% ഡിസ്കൗണ്ട് വരുന്നത് ഈ 4 ഇതിൽ കൊടുത്തേക്കുന്നത് ഏതൊക്കെയാണെന്ന്. അപ്പോൾ 3ഉം 4ഉം ആണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ബി ആണ് ആൻസർ. 3 and 4 ആർ കറക്റ്റ്. 30 പൈസ ഡിസ്കൗണ്ട് ഓൺ 1 rupee. 30 പൈസ 1 രൂപയ്ക്ക് ഡിസ്കൗണ്ട് അല്ലേ, 100 പൈസന്. അപ്പോൾ 30 രൂപ 100 റുപ്പീസിന്, 30 പൈസ 100 പൈസയ്ക്ക്. 1 രൂപ എന്ന് പറയുന്നത് 100 പൈസയാണ്. ഇനി അത് മൂന്നാമത്തെയും കറക്റ്റാണ്. 300 റുപ്പീസ് ഡിസ്കൗണ്ട് ഓൺ 1000 റുപ്പീസ് അല്ലേ. 300ൽ ഡിവൈഡ്, നമുക്ക് 30% എന്നല്ലേ കൊടുത്തേക്കണേ. 300
ഡിവൈഡഡ് ബൈ 1000 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 00 വെട്ടിപ്പോയാൽ 30/100 എന്ന് വരും. അപ്പോൾ 30% ഡിസ്കൗണ്ട്. അപ്പോൾ 3ഉം 4ഉം ആണ് കറക്റ്റ്. ഒന്നാമത്തെ തെറ്റാൻ കാരണം 100/500 20% ആവുള്ളൂ. പിന്നെ 60/150 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 40% ആവുള്ളൂ. അപ്പോൾ 3 and 4 ആണ് കറക്റ്റ്. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, റൈറ്റ് 5 കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 3. കോൺസിക്യൂട്ടീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത മൾട്ടിപ്പിൾസ്, തൊട്ടടുത്ത എന്നുള്ള മീനിങ് ആണ് വരുന്നത്. അപ്പോൾ 5 തൊട്ടടുത്ത മൾട്ടിപ്പിൾസ് ഓഫ് 3. 3യുടെ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ 3നെ 1 കൊണ്ട് ഇൻറ്റു ചെയ്യുക, 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ അതുപോലെ 3 × 2 6, തൊട്ടടുത്തോട്ട് ഏതെങ്കിലും എഴുതാം. 3, 6, 9, 12, 15 ഇപ്പം അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇനി അതാണ് അതിൻ്റെ ആൻസർ. അതായത് 3 × 1 3, 3 × 2 6, 3 × 3 9, 3 × 4 12, 3 × 5 15. ഇനി ബി ക്വസ്റ്റ്യൻ, ഓഫ് ദീസ് നമ്പേഴ്സ് വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സം ഓഫ് ഫസ്റ്റ് ആൻഡ് ഫിഫ്ത്ത് നമ്പേഴ്സ് ആൻഡ് ദ സം ഓഫ് ദ സെക്കൻഡ് ആൻഡ് ഫോർത്ത് നമ്പേഴ്സ്? വൈ? ഫസ്റ്റും ലാസ്റ്റും തമ്മിലുള്ള സം ഓഫ് ആദ്യത്തെയും അവസാനത്തെയും 5ാമത്തെയും നമ്പർ ആഡ് ചെയ്യുക, 2ാമത്തെയും 4ാമത്തെയും നമ്പർ ആഡ് ചെയ്താൽ അവ തമ്മിലുള്ള റിലേഷൻ എന്തുട്ടാണ്? അപ്പോൾ 3 + 15 എന്ന് പറഞ്ഞാൽ 18 ആണ്. 2ാമത്തെ നമ്പർ 6 + 12 എന്ന് പറഞ്ഞാലും 18 ആണ്. അപ്പോൾ ദേ ആർ ഈക്വൽ. അതാണ് റിലേഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സം ഓഫ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്പേഴ്സ് ആൻഡ് ദ മിഡിൽ നമ്പർ? സം ഓഫ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് എന്ന് പറയുമ്പോൾ 18 ആണ്, മിഡിൽ നമ്പർ 9 ആണ്. അപ്പോൾ 9ൻ്റെ ഡബിളാണ് ഈ സം ഓഫ് ഫസ്റ്റ് ആൻഡ് ഫിഫ്ത്ത് നമ്പർ. കേട്ടോ? അപ്പോൾ അതാണ് അതിൻ്റെ റിലേഷൻഷിപ്പ്. സം ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്പർ ഈസ് ഈക്വൽ ടു ഡബിൾ ഓഫ് മിഡിൽ നമ്പർ. ഇനി ഡി ക്വസ്റ്റ്യൻ, 185 + 299 ഈസ് ഈക്വൽ ടു വിച്ച് ഓഫ് ദ ഫോളോയിങ്? അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ അതിൽ 184 + 300 ആണ് ആൻസർ വരുന്നത്. 184 + 300. For B question, what is the remainder when the numbers 2, 5, 8, 11 are divided by 3? അപ്പോൾ എത്രയാണ് അതിൻ്റെ റിമൈൻഡറിന്? റിമൈൻഡർ ഇപ്പോൾ 2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താണെങ്കിൽ 0 പോയിൻ്റ്. അപ്പോൾ 2 ആണ് റിമൈൻഡർ വരുന്നത്. 5നെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 റിമൈൻഡർ വരുന്നു. അതേപോലെ 8ഉം 11ഉം 2 ആണ് റിമൈൻഡർ. അപ്പോൾ റിമൈൻഡർ ഈസ് ഓൾവേസ് 2. ഇനി ബി ക്വസ്റ്റ്യൻ, ഈസ് ദ ഡിഫറൻസ് ഓഫ് എനി 2 നമ്പേഴ്സ് ഇൻ ദ ഗിവൺ സീക്വൻസ് എ മൾട്ടിപ്പിൾ ഓഫ് 3? വൈ? യെസ്, ഓൾ നമ്പേഴ്സ് ഹാവ് സെയിം റിമൈൻഡർ. അല്ലേ? എല്ലാ നമ്പേഴ്സിനും സെയിം റിമൈൻഡറാണ് വെൻ ഡിവൈഡഡ് ബൈ 3. ദ ഡിഫറൻസ് ഈസ് ഓൾവേസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. മൾട്ടിപ്പിൾ ഓഫ് 3 ആണ് അതിൻ്റെ ഡിഫറൻസ് വരുന്നത്. ഇനി സി ക്വസ്റ്റ്യൻ, വാട്ട് നമ്പർ ഷുഡ് ബി സബ്ട്രാക്റ്റഡ് ഫ്രം 599 ടു ഗെറ്റ് എ നമ്പർ വിച്ച് ഈസ് ഈക്വൽ ടു 600 - 198? 600 - 198 402 ആണ്. അപ്പോൾ ടു ഫൈൻഡ് ദ മിസ്സിംഗ് നമ്പർ 599 - 402. ആദ്യം തന്നെ 600 - 198 402 ആണ്. അപ്പോൾ 599 - 402 197 ആണ് അതിൻ്റെ ആൻസർ. ഇനി ഡി ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഈക്വൽ ടു 102 - 98? അപ്പോൾ 102 - 98 4 വരണം ആൻസർ. അപ്പോൾ ഏതാണ് വരുന്നത്? വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു എന്ന് ചോദിച്ചേക്കണേ. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം. അതായത് ഈക്വൽ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈക്വൽ അല്ലാത്തത് സി ആണ്. ബാക്കിയെല്ലാം നമുക്ക് ഡിഫറൻസ് 4 വരുന്നുണ്ട്. അപ്പോൾ സി ആണ് അതിൻ്റെ ആൻസർ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, എ ഷോപ്പ് ഓഫേഴ്സ് എ ഡിസ്കൗണ്ട് ഓഫ് 9% ഓൺ ഗുഡ്സ്. വാട്ട് ഈസ് ദ ഡിസ്കൗണ്ട് ഓൺ ആൻ ഐറ്റം പർച്ചേസ്ഡ് ഫോർ 10 rupees? അപ്പോൾ എങ്ങനെയാണ്? 10 rupeesന് 9% ഡിസ്കൗണ്ട്. 10 × 9/100. അപ്പോൾ 0.9 ആൻസർ കിട്ടും. 9/10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10ൽ ഒരു 0 അല്ലേ? അപ്പോൾ പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പർ. അപ്പോൾ 0.9.
₹0.9 അല്ലെങ്കിൽ 0.9 റുപ്പീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 90 പൈസ എന്നാണ് അതിൻ്റെ അർത്ഥം. 90 പൈസ. ബി ക്വസ്റ്റ്യൻ, ഇഫ് വി ഗെറ്റ് 9% ഡിസ്കൗണ്ട് ഓൺ ഗുഡ്സ് വർത്ത് 160 റുപ്പീസ്, ഹൗ മച്ച് റുപ്പീസ് വിൽ ഗെറ്റ് അസ് ഡിസ്കൗണ്ട്? അപ്പോൾ 160 രൂപയുടെ സാധനങ്ങൾ 9% ഡിസ്കൗണ്ടിൽ ആണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ എത്ര റുപ്പീസ് വിൽ ഗെറ്റ് അസ് ഡിസ്കൗണ്ട് എത്ര കിട്ടിയെന്ന്? അപ്പോൾ 160 ആ എമൗണ്ട് ഇൻറ്റു 9%. 9% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9/100 എന്നാണ്. അപ്പോൾ 0 വെട്ടിപ്പോയി, പിന്നെ 16 × 9, അപ്പോൾ 14.4 റുപ്പീസ്, അതായത് 14 റുപ്പീസ് 40 പൈസ. സി ക്വസ്റ്റ്യൻ, ഇഫ് വി ഗെറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 200 റുപ്പീസ് ഓൺ ബൈയിങ് ഗുഡ്സ് ഫോർ 2500 റുപ്പീസ്, അതായത് 2500 രൂപയ്ക്ക് അവർക്ക് കിട്ടിയ ഡിസ്കൗണ്ട് എത്രയാണ്? 200 രൂപ ഡിസ്കൗണ്ട് കിട്ടി. അപ്പോൾ അതിൽ വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കാണാനായിട്ട് നമുക്ക് കിട്ടിയ ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻറ്റു 100, അതാണ് പെർസെൻറ്റേജ് വരിക. അപ്പോൾ 200 ഇൻറ്റു 100, 200 അല്ലേ ഡിസ്കൗണ്ട് ബൈ ടോട്ടൽ ഇൻറ്റു 100. അപ്പോൾ വെട്ടിച്ചെറുതാക്കിയാൽ നമുക്ക് 40/5 8 എന്ന് കിട്ടും. 8% ആണ് അതിൻ്റെ ആൻസർ. ഡി ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് 10 പൈസ് ഫോർ 10 റുപ്പി, അതാണ് കറക്റ്റ്. ഇനി അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. രാധ ഗോട്ട് 4.250 liters ഓഫ് മിൽക്ക് ഫ്രം ഹെർ കൗ. Out of this, she gave 0.750 liter of milk to Ramu's house and 1.750 liters of milk to Samir's house. Then, how much milk was given to Ramu and Samir together? ഇത് ഡെസിമൽ നമ്പേഴ്സ് ആഡ് ചെയ്യുക, സബ്ട്രാക്റ്റ് ചെയ്യുക, ഇൻറ്റു ചെയ്യുക, അതൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യനാണിത്. അപ്പോൾ എത്രയാണ്? ആകെ കൂടി 4.250 ലിറ്ററാണ് രാധയുടെ വീട്ടിൽ പശുവിന് കിട്ടുന്നത്. അതിൽ രാമുവിന് 0.750, സമീറിന് 1.750 മിൽക്ക് കൊടുത്താൽ രാമുവിനും സമീറിനും കിട്ടുന്ന മിൽക്ക് ടോട്ടൽ എത്രയാണ്? അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൻ്റെ പോയിൻ്റ് കണ്ട 0.750. അപ്പോൾ അതിന് തൊട്ട് താഴെ 1 പോയിൻ്റ് റെഡിൽ മാർക്ക് ചെയ്തതുണ്ടോ? 1 പോയിൻ്റ്. ആ പോയിൻറ്റിൻ്റെ അപ്പുറത്തുള്ള നമ്പറുകൾ സെയിം ആയിരിക്കണം. 1.750 ആഡ് ചെയ്താൽ 0, 5 5 10, ബാലൻസ് 1, 1 7 15, 1 2. അപ്പോൾ 2 ആ പോയിൻ്റ് അങ്ങനെ തന്നെ ഇടാം. 2.500 ലിറ്ററാണ് ഇവർക്ക് 2 പേർക്കും ഒരുമിച്ച് കിട്ടുന്നത്. ഇനി അടുത്തത് ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റിമൈനിങ് ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക്? ബാക്കി റിമൈനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാലൻസ് വരുന്ന എത്ര? 2.5 ലിറ്റർ ഇവർക്ക് കൊടുത്തു, ബാക്കി എത്ര ലിറ്റർ ഉണ്ടെന്ന്? 4.250 ആണ് ടോട്ടലുള്ളത്. വലുതിൽ നിന്ന് ചെറിയ സംഖ്യ 2.500 മൈനസ് ചെയ്താൽ നമുക്ക് 1.750 ലിറ്ററിന് കിട്ടും. ഇനി റൈറ്റ് ദ ഡെസിമൽ ഫോം ഓഫ് 25/10. 25/10 എന്ന് പറഞ്ഞാൽ 10ൽ ഒരു നമ്പർ ഒരു 0 അല്ലേ ഉള്ളൂ. അപ്പോൾ 2.5 പ്ലസ് 3125/1000. 1000ൽ 3 നമ്പറുണ്ട്. അപ്പോൾ 3 നമ്പർ നീക്കിയാണ് പോയിൻ്റ് ഇടേണ്ടത്. 3.125. അത് ഡെസിമൽ കഴിഞ്ഞിട്ട് 3 നമ്പർ വേണം. 3.125. ഇത് ആഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? റൈറ്റ് ദ റേഷ്യോ പ്ലസ് ചെയ്യുമ്പോൾ ആ പോയിൻ്റ് അങ്ങനെ തന്നെ ഇട്ടേക്കണം. 2.5 അല്ലാണ്ട് 2.005 എന്ന് ഇടരുത്. 2.500 എന്ന് ഇടാൻ വേണമെങ്കിൽ പിന്നെ 3.125. അപ്പോൾ 5.625 എന്നാണ് അതിൻ്റെ ആൻസർ.